ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ, ഞാൻ എടുത്തില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂര വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നുന്നു. വണ്ടി എടുക്ക. മോനെ സദാശിവ, എന്താ അമ്മേ? നീ എങ്ങോട്ടാ പോണേന്നറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. വണ്ടി വിടറോ? എത്രയായി? 100 രൂപ. ആ, 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരു ഓളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊടുത്താടി. ഞാൻ ഇവനെ വെടിവെച്ച് കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. അയ്യോ, എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? ഇപ്പൊ എന്റെ പൊന്നു മോനെ, വന്ന് വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ലേ എന്റെ പൊന്നു? അയ്യോ. അമ്മായി, ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശെ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ, അവൻ വല്ല വൃത്തിയോട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ? എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെത്തിയത്. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ, മോൾക്ക് അവന് ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളെയല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നേ? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. ആ അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, ഓ നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയും. ആണോ? നിനക്കടയി സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണിക്കുട്ടൻ. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. തന്നെ ഞാൻ അനുസരണ പഠിപ്പിക്കാം. എടാ ഉണ്ണിക്കുട്ടാ, വേണ്ട, പോ. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അത്യാവശ്യാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വെക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല, അവളൊരാണ, ആരെയും വെല്ലുന്നവള്. മാനേജ്മെന്റ് നീതി പാലിക്കുക. യുവരാജ് മേഡത്തിന്റെ പിടിവാശി അവസാനിപ്പിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറുന്ന നല്ലത്. ഇൻക്ലാബ് സിന്ദാബാദ്. യുവരാജ് മേഡത്തിന്റെ പിടിവാശി അവസാനിപ്പിക്കുക. പറയുന്നതനുസരിക്ക് എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇൻക്ലാബ് സിന്ദാബാദ്. നീ പറഞ്ഞ കേൾക്കില്ല. അവനെ വിട്. രാഘവ, എന്താ നിന്റെ പ്രശ്നം? ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇപ്പൊ തന്നെ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിപ്പിക്കും. നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ നിങ്ങൾ ആരാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മാറി നിൽക്ക്. മാറിയിരിക്കടാ. പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കൂ. എണീക്കില്ല മോനെ. ഉം. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ ഫ്രം ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലിലാ? ജയിലെന്ന് പറഞ്ഞാല് ജയിലിലെ ജയിലറായിരുന്നു. അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ആഹാ. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. യെസ് മാഡം. അനുസരണയോടെ നിൽക്കണം. യെസ് മാഡം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിട കഴുത. അതിന് ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. ഏ? യെസ് മാഡം. ആ. എങ്ങനെയുണ്ട് അമ്മ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയും കൈയിടുകടാ. കണ്ടല്ലേ? ഹലോ. ഞാൻ രാമഭദ്രനാ. നമ്മുടെ മുന്നിൽ ഏതോ ഒരുത്തം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ അവൻ തൊഴിലാളികളെ മുഴുവൻ തല്ലി ചതച്ചു. ആരാണവൻ? അറിയില്ല മാഡം, അവരാരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാ തുറക്കാൻ അവൻ സമ്മതിച്ചില്ല. വന്ന ഉടനെ ഞങ്ങളെ അങ്ങ് തല്ലി ചതയ്ക്കായിരുന്നു. അതെ മാഡം, പോകാൻ നേരം നിന്റെ മാഡത്തിനോട് പോയി പറഞ്ഞേര്. ഒത്തിരി പഴയ കണക്കുകൾ തീർക്കാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഷുഗർ മില്ലും എക്സ്പോർട്ടിംഗ് ഓഫീസിലും പോയി അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ആരാ? എന്താണ് അവന്റെ ഉദ്ദേശം? അറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അവൻ ഇവിടെ ആരും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ നാട്ടുകാരനല്ല. രാമഭദ്ര, അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. യെസ് മാഡം. എടാ സദാശിവ, ഇവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് മാഡത്തിനെ എത്തിച്ചാൽ നിനക്ക് മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാം. പക്ഷേ ആരാണ് അവൻ? ആകപ്പാടാണ് ചായക്കുള്ള കാശുള്ളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. രണ്ട് ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ?
എടാ ഞാൻ ഉണ്ണി. ഒന്നാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ ഫ്രണ്ട് അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. ശ്ശോ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല മുതലാളിയാ. അയ്യോ, ഏത് കമ്പനിയുടെ? ഞാനൊരു കോൺട്രാക്ട്. ഐ മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടല്ലേ? സന്തോഷം. എവിടെയോ വെച്ച കാണാൻ വഴിയില്ല. ഐ ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത്. അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. നിനക്ക് കിട്ടിയില്ലേ? ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ ചേച്ചി അതിഭാഗ്യവതിയല്ലേ. എത്ര നല്ല അന്യനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ? സെക്രട്ടറി, രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ? എക്സ്ക്യൂസ് മീ, സോറി. എ സി ഇല്ല ഇവിടെ? ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരുള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചിയാമയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവൂ. ഇല്ലേ ബോസ്? കിച്ചൻ മായേ, രാമൻകുട്ടിയോട് എനിക്കല്പം തനിച്ച് സംസാരിക്കണം. ഓ അതെന്താ ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിൽ സംസാരിക്കാമല്ലോ. അല്ലേ മയേ? സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ. അധികകാലം നീ പതപ്പിക്കുകയല്ല. ആവശ്യമുള്ള പണം നിനക്ക് എഴുതിയെടുക്കാം. പക്ഷെ ഒന്നേ വേണ്ടു, മായയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീ മാറിത്തരണം. അതെങ്ങനെയാ ചേച്ചി? അവളിപ്പോ എന്റെ ഭാര്യയല്ലേ. ഒരു ഭർത്താവിന് എങ്ങനെയാ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? കല്യാണം കഴിക്കാത്തോണ്ടാ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. രാമൻകുട്ടി ഓവർ സ്മാർട്ട് ആകണ്ട. കൂടുതൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. യെസ് ഓർ നോ. ഈ ഒരു ചെക്ക് ലീഫ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നമുക്ക് ഒരുപാട് കണക്കുകളുടെ കഥ പറയാനില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമാണെന്ന് കരുതിക്കോ. ഈ പുത്തൂരും തറവാട്ടിൽ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. അതെങ്ങനെ സാധിക്കാനാ? ഇതെന്റെ ഭാര്യ വീടല്ലേ. ഈ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല് അതൊരു സുഖം തന്നെയല്ലേ. ഒരു ടെൻഷനും ഇല്ലാത്ത നല്ല സുഖമായ ജീവിതം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങള്, സ്നേഹിക്കാൻ നല്ലൊരു ചേച്ചി. എന്താ ഒരു സുഖം! പരിഹസിക്കാണോ? അല്ല, പരിതപിക്ക. ദുർഗാദേവിയുടെ ഈ അവസ്ഥ കണ്ടു. ഇപ്പോ ആർക്കാരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു? നിങ്ങൾ ഇനിയും എന്റെ കാൽച്ചുവട്ട് വരും. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വേണ്ട, ആണുങ്ങളുടെ കൈയുടെ കരുത്ത് നീ ഇതുവരെ കണ്ടിട്ടില്ല. ആണും പെണ്ണും കെട്ടവന്മാരെ കണ്ടിട്ടുണ്ട്. നിൽക്കവിടെ. പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ താലി കെട്ടിയ നിന്റെ മായെ കൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കിക്കും. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ, ചേച്ചി എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ? പറയാൻ പോവാ. പറയട്ടെ? ചേച്ചി എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ഇപ്പോൾ സമയം 11 o'clock. 11 o'clockന് വാക്യത്തിൽ പ്രയോഗിക്കാം. സോറി, ചെക്കോസ്ലോവാക്കിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:35 to 85. 85? No, 99. Boss, come on. Beat again. ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, കണ്ണാന്നെ വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയന്ന്?
കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അയ്യേ, അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കൽ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളെയോ? ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. ആ, അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്ന് മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? ഓ, സമയം ഒരുപാടായി. പോകൂ, ഉറങ്ങൂ. അച്ഛാ. അല്ല, എന്ത് വേഷായത്? എങ്ങനെയുണ്ട്, കൊള്ളാമോ? മുറ്റത്തേക്ക് ഇറങ്ങി നിന്നാല് വീടിന് കണ്ണു കിട്ടും. കളിയാക്കണ്ട. എന്തായത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കൂ. അതാ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല, പിന്നെ? രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അയ്യോ, ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാടിന് അവതരിക്കല്ലേ? എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഗുഡ് നൈറ്റ്. ഞാനിവിടെ മാറിക്കിടന്നോളാം. തിരിഞ്ഞു കിടന്നേ, തിരിഞ്ഞു കിടക്കോ. അയ്യോ, രാമേട്ടാ, എന്താ ഇത്? രാമേട്ടന് വ്രതോ? സാധനത് അപ്പൊ നമ്മുടെ കുട്ടി? നല്ല കുട്ടിയായിരിക്കും. നമ്മുടെ കുട്ടി അയ്യോ, രാമൻകുട്ടി എന്തായി കാണിക്കണേ? ബോസൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? എന്താ മൂക്ക് കേട്ടു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ലാതെ ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ വിടില്ലല്ലോ. ചോറ് വിളമ്പിക്കോട്ടെ. വെളുപ്പിക്കോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചുകൂടെ വിളമ്പൂ. വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? അസത്തെ. കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവം സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കേ മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ, നീ എന്തെന്നേ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. പോക്കിനെ കാണിക്കോ. ഞാൻ ചെല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് ഈ വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ! ചേച്ചി, അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ? എവിടെ അവൻ? രാമൻകുട്ടി! എന്താ ചേച്ചി, എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി,
ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അധികം നാൾ നിനക്ക് ഇവിടെ വിലസാൻ കഴിയില്ല. അല്പായുസാ നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിൽ ഇറക്കി ചേട്ടേ. വേണ്ട ബോസ്, വേണ്ട, വിട്. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചാലും. മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി, ഛോ, ഇതെന്തൊരു ഗതികേടാണ് മാഡം. അവന്റെ ഭരണം വന്നതോടെ ഇപ്പൊ ഞാൻ കൂടി അവന്റെ തൊഴിലാളിയായി. ഞാനും വിഷപ്പാമ്പിനെയാണ് മാഡം പാലൂട്ടി വളർത്തുന്നത്. ആ വിഷപ്പാമ്പിന്റെ വിഷം ചീറ്റിച്ച് വകയ്ക്ക് കൊള്ളാത്ത പാമ്പാക്കി മാറ്റാൻ ഈ സദാശിവന് കഴിയും. ഈ പുത്തൂരം വീട്ടിൽ നിന്ന് ഞാൻ അവരെ കെട്ടിക്കെട്ടിക്കും. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്ന പോലെ നാളെ നീ ചെയ്താൽ മതി. ഓക്കെ മാഡം.